മക്കളെക്കുറിച്ച് ഓരോ മാതാപിതാക്കൾക്കും വലിയ സ്വപ്നങ്ങളും പ്രതീക്ഷയുമുണ്ട്. അവരുടെ പഠനം, ജോലി, ഭാവി ജീവിതം ഇങ്ങനെ കരുതിക്കൂട്ടിയാണ് പലരും കുട്ടികളെ വളർത്തുന്നത്. പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കാര്യത്തിൽ വിവാഹം കഴിഞ്ഞാലും അച്ഛന്മാരുടെ ഉള്ളിൽ തീയാണ്. ഭർതൃവീട്ടിൽ അവർ സുരക്ഷിതരായിരിക്കുമോ? മകളുടെ ശബ്ദമൊന്നിടറിയാൽ ആശങ്കയാണ്. കൊല്ലം കേരളപുരം സ്വദേശിനി ശൈലജ വലിയ സാമ്പത്തിക ശേഷിയുള്ള കുടുംബത്തിലേക്കാണ് മകൾ വിഭജികയെ കെട്ടിച്ചയച്ചത്. ഒടുവിൽ പൊന്നുമോളുടെ മരണവാർത്തയിൽ നെഞ്ചുപൊട്ടി കരയുന്ന അമ്മ ഹൃദയഭേദകമായ കാഴ്ചയാണ്. ഇൻക്വസ്റ്റ് നടപടികൾ നടന്ന ഷാർജ ഫോറൻസിക് ലാബിന് മുന്നിലും സംസ്കാര ചടങ്ങ് നടന്ന കൊല്ലം കേരളപുരത്തെ വീട്ടിലും വികാരനിർഭരമായ രംഗങ്ങൾ. ഇനി ആ അമ്മയുടെ പോരാട്ടം മകൾക്ക് നീതി കിട്ടാൻ വേണ്ടിയാണ്. വിഭജികയെയും മകളെയും ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കേസിൽ എന്താകും പോലീസിന്റെ നീക്കം? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. ഷാർജയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച കൊല്ലം സ്വദേശിനി വിഭജികയ്ക്ക് എന്താണ് സംഭവിച്ചത്? മകളെ കൊലപ്പെടുത്തി യുവതി ജീവനൊടുക്കി 10 ദിവസം പിന്നിടുമ്പോഴും ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളുമുണ്ട്. ഷാർജയിൽ നിന്ന് നാട്ടിലെത്തിച്ച വിഭജികയുടെ മൃതദേഹം ഇൻക്വസ്റ്റ് ചെയ്തപ്പോൾ തെളിയുന്നത് മർദ്ദനമേറ്റതിൻ്റെ പാടുകളും മുറിവുകളുമാണ്. ശരീരത്തിൽ നിരവധി ചതവുകളുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ റീപോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നതോടെ മരണകാര്യത്തിൽ വ്യക്തത വരുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. അതിനിടെ വിഭജികയുടെ ഭർത്താവിനെ നാട്ടിലെത്തിക്കാൻ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാനുള്ള നടപടികളിലേക്ക് കടന്നതായി അന്വേഷണ സംഘം അറിയിച്ചു. പന്ത്രണ്ട് ദിവസത്തോളം ഷാർജ ഫോറൻസിക് വിഭാഗത്തിൽ സൂക്ഷിച്ച വിഭജികയുടെ മൃതദേഹം എംബാം ചെയ്ത ശേഷമാണ് ഷാർജയിൽ നിന്നും ചൊവ്വാഴ്ച അർദ്ധരാത്രിയോടെ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിച്ചത്. തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ റീപോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം കൊല്ലത്തെ വീട്ടിലെത്തിച്ചു. ഷാർജയിലായിരുന്ന അമ്മ ശൈലജ, സഹോദരൻ വിനോദ് എന്നിവരും മറ്റു ബന്ധുക്കളും മൃതദേഹത്തിനൊപ്പം നാട്ടിലെത്തി. പോസ്റ്റ്മോർട്ടത്തിന് മുൻപ് നടത്തിയ ഇൻക്വസ്റ്റ് നടപടിയിലാണ് വിഭജികയുടെ മൃതദേഹത്തിൽ ക്ഷതമേറ്റ പാടുകൾ കണ്ടെത്തിയത്. ഭർത്താവിന്റെ മർദ്ദനത്തിൽ മനനൊന്ത വിഭജിക ജീവനൊടുക്കിയെന്ന കുടുംബത്തിന്റെ ആരോപണത്തിന് കൂടുതൽ ബലം നൽകുന്നതാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. വിഭജികയുടെ ഭർത്താവിനെ നാട്ടിലെത്തിക്കാൻ റെഡ് കോർണർ നോട്ടീസ് ഇറക്കുമെന്ന് അന്വേഷണ മേധാവിയായ ശാസ്താംകോട്ട ഡിവൈഎസ്പി അറിയിച്ചു. റെഡ് കോർണർ നോട്ടീസും അതുപോലെ തന്നെ ലുക്കൌട്ട് സർക്കുലറും ഒക്കെ പുറപ്പെടുവിച്ച് ആണ് മറ്റ് നടപടികളിലേക്ക് പോകുന്നത്. അതിൻ്റെ തുടർ നടപടികളിലേക്ക് പോയിട്ടില്ല. അതിനി ഫർദർ ഇൻവെസ്റ്റിഗേഷന് ശേഷം മാത്രമേ അത്തരം നടപടികളിലേക്ക് പോകൂ. വിഭജികയുടെ ആത്മഹത്യാക്കുറിപ്പ് നേരത്തെ പുറത്തു വന്നിരുന്നു. സ്ത്രീധനത്തിന്റെ പേരിൽ തന്നെ കൊല്ലാക്കൊല ചെയ്തുവെന്നും ഗർഭിണിയായിരുന്ന സമയത്ത് കഴുത്തിൽ ബെൽറ്റ് മുറുക്കി വലിച്ചുവെന്നും കുറിപ്പിൽ പറയുന്നുണ്ട്. മരണത്തിന് ഉത്തരവാദികൾ ഭർത്താവും ഭർത്യമാതാവും ഭർത്തൃ സഹോദരിയുമാണെന്ന് വിഭജിക ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിച്ചിട്ടുണ്ട്. സഹോദരി ആത്മഹത്യ ചെയ്യുമെന്ന് കരുതുന്നില്ലെന്നും ഭർത്താവ് നിതീഷിനെ നാട്ടിലെത്തിച്ച് നിയമ നടപടികൾക്ക് വിധേയനാക്കണമെന്നും വിഭജികയുടെ സഹോദരൻ വിനോദ് ആവശ്യപ്പെട്ടു. പ്രേരണ കുറ്റം, പിന്നെ ക്രൂവൽറ്റി, പിന്നെ ഡൗറിയുടെ കാര്യം, ഇതെല്ലാം മെൻഷൻ ചെയ്ത് എഫ്ഐആർ തയ്യാറാക്കുന്നത് ശക്തമായിട്ട് കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ചെയ്യുന്നത്. കാരണം മാനസികമായിട്ട് ഭയങ്കര പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുള്ള അതിന് നീതി തന്നെ ഉണ്ടാവും. ഈ മാസം 8-നായിരുന്നു ദുബായിലെ സ്വകാര്യ കമ്പനിയിൽ HR മാനേജരായ കൊല്ലം കേരളപുരം സ്വദേശി വിഭജിക മണിയനെയും മകൾ വൈഭവിയെയും ഷാർജ അൽ നഹദയിലെ ഫ്ളാറ്റിൽ ഒരു കയറിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ഇരുവരും 1 വർഷമായി പിണങ്ങി കഴിയുകയായിരുന്നു. മകളെ കൊന്ന് വിഭജികയുടെ ജീവനൊടുക്കിയതാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. അതേസമയം മരണത്തിൽ ദുരൂഹതയുള്ളതായി കുടുംബം ആരോപിക്കുന്നു. 1.5 വയസ്സുകാരി വൈഭവിയുടെ മൃതദേഹം പിതാവ് നിതീഷിന്റെ ആഗ്രഹപ്രകാരം കഴിഞ്ഞ ദിവസം ദുബായ് ജബൽ അലി ന്യൂ സോണാപൂർ ശ്മശാനത്തിൽ സംസ്കരിച്ചിരുന്നു. കൊല്ലത്തെ വീട്ടിലെത്തിച്ച വിഭജികയുടെ മൃതദേഹത്തിൽ നിരവധി പേർ അന്തിമോപചാരമർപ്പിച്ചു. തുടർന്ന് വീട്ടുവളപ്പിൽ സംസ്കാരം നടത്തി. പോലീസ് അന്വേഷണത്തിൽ വിഭജികയ്ക്ക് നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ബന്ധുക്കൾ. ന്യൂസ് 18 തിരുവനന്തപുരം, കൊല്ലം.